എനിക്കെന്തിനാ ഉമ്മൻചാണ്ടി വിശ്വസിക്കും? ഞാൻ തോന്നുന്നു താങ്കളുടെ ഏതോ ഒരു കോട്ടയത്ത് ഒരു യോഗത്തിന് ഞാനും ഉമ്മൻചാണ്ടിയും പങ്കെടുക്കുന്ന ഒരു സെമിനാർ. അപ്പം എന്നോട് ഉമ്മൻചാണ്ടി ചെവിയിൽ, ഉമ്മൻചാണ്ടിയുടെ രീതി അറിയാമല്ലോ, ഞാൻ പിന്തുണച്ചിട്ടും വെട്ടിയല്ലോ പ്രതിപക്ഷ നേതാവ്. അതായത് ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും ഞാൻ ഇൻഫർമേഷൻ കമ്മീഷണർ ആവുന്നതിന് ഗവർണർക്ക് എഴുതി കൊടുത്തതിൽ. അപ്പം ഞാൻ പറയും സാരമില്ല, സാരമില്ല. അപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞ് ചിരിച്ചു, ഞങ്ങൾ ചിരിച്ചു. വി നോ ദിസ് ഹോൾ തിങ് ഈസ് ഹാപ്പനിങ്. എനിക്ക് ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഇൻഫർമേഷൻ കമ്മീഷണറോ അതൊന്നും വലിയ കാര്യമല്ല. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു പത്രാധിപരായി നിൽക്കുന്നത്, അതിനും പിന്നെ സ്വതന്ത്രമായിട്ടൊരു വ്യക്തിയാണെന്ന് നിങ്ങളുടെ ഭാര്യയും കൂട്ടുകാരും വിശ്വസിക്കുന്നതിലും വലുതല്ല. ഒരു പത്രപ്രവർത്തകൻ ഏത് ഒഫീഷ്യൽ സ്ഥലത്തേക്കും പോയി കഴിഞ്ഞാൽ അതെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അന്ന് ഇങ്ങനെയൊക്കെ നടന്നു. പിന്നെ ഞാൻ അതിന് വരുമ്പോൾ അങ്ങനെ പലതും പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ രാജീവൻ വിളിച്ചു. അപ്പം അന്ന് പിണറായി പറഞ്ഞ വാക്ക് സഖാവ് പാലിച്ചു. ഞങ്ങൾക്ക് നിങ്ങളെപ്പോലെ ഒരാളാണ്. എന്നോട് പി രാജീവ് പറഞ്ഞു, ഇന്ന് പാർട്ടി സെക്രട്ടേറിയറ്റ് ഇന്നലെ ഉണ്ടായിരുന്നു. ആ പാർട്ടി സെക്രട്ടേറിയറ്റിൽ സഖാവിൻ്റെ ഒരു ചർച്ച വന്നു. ദേശാഭിമാനിയിൽ താങ്കൾക്ക് അല്ല, അങ്ങനെയല്ല, അതൊന്നും അറിയണം ഞാൻ. അപ്പോൾ എന്ത് സ്ഥാനം വേണം നിങ്ങൾ മനസ്സിലാക്കണം ഒരു പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞാനപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഏറ്റവും ന്യായം എനിക്കിത് സ്വീകരിക്കുകയും വേണം. കാരണം സ്വീകരിക്കുക എൻ്റെ വിൻഡിക്കേഷനാണ്. രണ്ട്, എനിക്ക് ഇതിൻ്റെ പത്രാധിപരാവാൻ ഞാൻ യോഗ്യനല്ല. അത് തന്നെയാണ് എൻ്റെ മനസ്സിലാക്കൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, രാജീവൻ സഖാവേ, ഒരു കൺസൾട്ടൻറ്റിനെ പോലെ വെച്ചാൽ എനിക്ക് മനസ്സമാധാനമുണ്ട്. ഞാനതിൻ്റെ ദേശാഭിമാനിയിൽ പാർട്ടി അംഗമല്ലാത്ത ഒരാൾ വരുന്നതിൻ്റെ അനൗചിത്യം എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് എഡിറ്ററായിട്ട്. അങ്ങനെയാണ് ഞാൻ ചോദിച്ച് മേടിക്കുകയായിരുന്നു. ഇത് ആരോടും പറയേണ്ട കാര്യമാണ്. ഇപ്പം ഞാൻ എന്തിനാണ് താങ്കളോട് പറയുന്നതെന്ന് പോലും ഞാൻ ആലോചിക്കുകയാണ്. വെറുതെ താങ്കളൊരു ചിരിച്ച മുഖവും തങ്ങളുടെ സ്വതസിദ്ധമായ എന്നെ അറിയുന്നത് കൊണ്ടും താങ്കളുടെ ചാനലിന് വരാൻ പോകുന്ന M5ക്ക് എന്തെങ്കിലും ഗുണമാവുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ളതുകൊണ്ടല്ലാണ്ട് എനിക്കിതിലൊരു പ്രത്യേകമില്ല. അത് ദേശാഭിമാനിയിൽ ആ പറഞ്ഞ കൺസൾട്ടിങ് എഡിറ്റർ സ്ഥാനത്തേക്ക് എനിക്ക് കത്തു. കൃത്യൻ 3.5 വർഷം. അത് പോകാൻ കാരണം ഞാൻ വെറും ഒരു ആഭരണമാണ്. അതാണ് പിന്നീടുള്ള ചരിത്രം വരിക. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിപക്ഷത്താണ്. അപ്പോഴാണ് ഞാൻ ദേശാഭിമാനിയിൽ ചേരുന്നത്. അന്ന് ഞാൻ ചേരുമ്പോൾ എനിക്ക് 20,000 രൂപയാണ് ഒരു താമസിക്കാനൊരു സഖാവ് ജയരാജൻ തമ്പാനൂരൊറ്റയുള്ളൊരു ഫ്ലാറ്റ്. അത് എനിക്ക് അജിത്തിനെ അറിയുമെന്നറിയില്ല. തമ്പാനൂർ ആ ഫ്ലാറ്റ് സൗജന്യമായി താമസിക്കാം, 20,000 രൂപയും ഒക്കെ ആയിട്ട്. അതൊന്നും എനിക്ക് ഫാക്ടറി അല്ല, അന്നുമല്ല ഇന്നുമല്ല ഒന്നുമല്ല. പക്ഷേ എനിക്ക് ഈ അപകർഷബോധമുണ്ടായിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ്, പൂർണ്ണസമയ കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത ഒരാൾ. അപ്പോൾ നിരവധി കമ്മ്യൂണിസ്റ്റുകാർ അതിനകത്തുണ്ട്. ഞാൻ അവിടെ ഏത് സ്ഥാനത്തിനും എനിക്കൊരു വല്ലാത്തൊരു ജാള്യത തോന്നുമായിരുന്നു. കാരണം പിന്നെ ഞാൻ പാർട്ടി അച്ചടക്കത്തിന് വിധേയനല്ലല്ലോ. എനിക്ക് ഇത് എന്ത് ചെയ്യുകയാണെങ്കിലും ഇപ്പം നിങ്ങൾക്ക് നമ്മുടെ ഏറ്റവും ഒടുവിൽ അജയൻ്റെ കാര്യമൊക്കെ അറിയില്ലേ? അജയൻ എൻ്റെ കൂട്ടുകാരനാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരൻ, സാഹിത്യകാരനും നല്ല കമ്മ്യൂണിസ്റ്റുമാണ് അയാൾ. അപ്പം ഞാൻ വളരെ നീതികേടല്ലേ ചെയ്തത്. അപ്പം ഞാൻ പോട്ടെ. അപ്പം ഞാൻ പിന്നെ നമുക്കറിയുന്നതല്ലേ, അതിനൊരു പത്രത്തിൽ ഒരു പത്രാധിപരായിരുന്നവർക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതല്ല, ഇപ്പം ഞാനപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷത്തായിരുന്നു. അതെനിക്ക് വലിയൊരു അതായത് എന്തെങ്കിലും നക്കാപ്പിച്ച രാഷ്ട്രീയ നിലപാടെടുത്തതിൻ്റെ പേരിൽ സർക്കാരിൽ എന്തെങ്കിലും നക്കാപ്പിച്ച് ഈ പറയുന്ന ഇൻഫർമേഷൻ കമ്മീഷണറോ അല്ലെങ്കിൽ എന്താണ് ഇവിടെ കുറേ ആളുകളെയൊക്കെ ആക്കുമല്ലോ പ്ലാനിങ് ബോർഡിൽ. ഇതൊന്നും അല്ലല്ലോ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ മുഖപത്രത്തിൽ ഒരു രാഷ്ട്രീയ അംഗീകാരമാണല്ലോ എന്നുള്ള മട്ടിൽ ഞാൻ എൻ്റെ ഭാര്യയും ഞാൻ എല്ലാത്തിലും എൻ്റെ കുടുംബത്തെ ഞാൻ ചേർത്ത് പറയുന്നത് വെച്ചാൽ കുടുംബത്തിൻ്റെ പിന്തുണയില്ലെങ്കിൽ ഒന്നും സാധിക്കില്ല. ബാക്കിയെല്ലാം വെറും അവരാണല്ലോ സാർ. അപ്പം അതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ചേട്ടൻ പറഞ്ഞു ശരിയാണ്. നമ്മൾ മോനോട് ചോദിച്ചപ്പം പറഞ്ഞു ചേട്ടാ കുഴപ്പമില്ല, അത് ശരിയാണ്, അതിൻ്റെ ഒരു കൺസൾട്ടൻ്റാണ്, അത് ആർക്കും കൺസൾട്ടൻസി. അപ്പോൾ പക്ഷേ അത് ഞാൻ അർഹിക്കുന്നില്ലെങ്കിൽ ഞാൻ ആ ചുമതല ഏറ്റെടുത്ത് ആദ്യത്തെ 2 വർഷമായിരുന്നു കോൺട്രാക്ട്. കൺഫ്രണ്ടേഷൻ തുടങ്ങിയതല്ല, 2 വർഷം ഞാൻ ദേശാഭിമാനിയിൽ എനിക്ക് വളരെ, അതും ഈ പറയുന്ന പോലെ രാംനാഥ് ഗോയൻകയുടെ പത്രത്തിലെ പോലെ തന്നെ നല്ല സ്ഥാനം. അതായത് ഒരു വലിയ മുറിയും AC-യും കമ്പ്യൂട്ടറും വലിയ മാളിക പോലത്തെ ഒരു, താങ്കൾക്ക് അറിയാമല്ലോ, തൊട്ടോട്ടിപ്പുറത്തല്ലേ ആയിരുന്നു. അത് എനിക്ക് തന്നെ ഒരു വീണ്ടും
ഇതൊന്നും അല്ലല്ലോ ഒരു എഡിറ്റർ എന്ന് പറഞ്ഞാൽ. എഡിറ്ററൊക്കെ ആ സീറ്റിലിരുന്ന് പിന്നെ റെസ്റ്റ്ലെസ് ആയി, പിന്നെ പ്രവർത്തനത്തിൻ്റെ ഒരു മേഖലയാണല്ലോ ഒരു പത്രപ്രവർത്തനം. അല്ലാതെ വലിയ കസേര ഇട്ടിട്ട് IAS ഓഫീസറെ പോലെ ഇരിക്കലല്ലോ. അപ്പോൾ എനിക്കതിലൊന്നും വിഷമം തോന്നിയില്ല. ഞാൻ ജനറൽ മാനേജറുടെ ഇപ്പുറത്ത് ഇരിക്കുന്നു, ചോട്ടിൽ ദക്ഷിണാമൂർത്തിയെപ്പോലെ ഒരു പത്രാധിപർ ഒരു ചെറിയ മുറിയിലിരിക്കുന്നു. ദക്ഷിണാമൂർത്തി പിണറായി സഖാവിൻ്റെ ഏറ്റവും അടുത്ത ആളുമാണ്. അപ്പോൾ എനിക്കിതൊക്കെ ആകെ കൂടെ എനിക്കൊരു കാരണം എനിക്ക് ഈ ലോകത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും മുന്നേറണം. RSS ഒരിക്കലും കേരളത്തിൽ വളരരുത്. കോൺഗ്രസ് കൂടുതൽ നെഹ്റുവിയൻ പക്ഷമായി, ഒരു കോൺഗ്രസ് ഇടതുപക്ഷ ഐക്യം മാത്രമേ ഈ രാജ്യത്തെ രക്ഷിക്കാൻ പോകുന്നുള്ളൂ എന്നൊക്കെയുള്ള അന്നും ഇന്നും ഉള്ള രാഷ്ട്രീയമാണ് എന്നെ ചലിപ്പിക്കുന്നത്. അതിൽ ഈ പറയുന്ന പോലെ വലിയ വിഗ്രഹങ്ങളെ പാടില്ല, ഭക്തി പാടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്നൊക്കെയുള്ള ധാരണയല്ലേ ഞാൻ ഇരിക്കുന്നത്. പക്ഷേ എനിക്കൊരു പ്രശ്നമില്ല. അപ്പോൾ കുറച്ച് ദിവസം സെക്രട്ടേറിയറ്റിൽ VS അല്ല, ഈ പറയുന്ന സകല പിണറായി ഭക്തന്മാരും എതിർത്തു. അത് ഞാൻ അങ്ങനെ സെക്രട്ടേറിയറ്റിൽ എണ്ണത്തില്ല. പിന്നീട് എന്നോട് വളരെ ആ സെക്രട്ടേറിയറ്റ് ഒരു അംഗം പറഞ്ഞു. അതാണ് എനിക്ക് പിണറായി ബഹുമാനം. എല്ലാവരും ആയിരിക്കും, ഇൻക്ലൂഡിങ് ദക്ഷിണാമൂർത്തി ആയിരിക്കും, എനിക്കറിയാം. അതാണ് ഞാൻ പറയുന്നത്, ഇതിനകത്ത് വ്യക്തി പൂജയും തീർച്ചയായിട്ടും ചെയ്തിരിക്കും. കാരണം അവർ ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ അവരെ പിന്നീട് തിരിഞ്ഞു നോക്കുകയില്ലായിരുന്നു. കാരണം ഇപ്പോഴും അവരെൻ്റെ ഫ്രണ്ട്സാണ്. ഐസക്കിന് പേടിയാണ് എന്നോട് സംസാരിക്കാൻ ഇപ്പോഴും. പിണറായി ഐസക്ക് എപ്പോഴും അങ്ങനത്തെ ഒരു നടക്കാ പദ്ധതികളുടെ ഒരു എന്താ പറയണ്ടേ, അതിലിങ്ങനെ ആളുകളെ കൂട്ടി കുറച്ച് കാലത്തേക്ക് നടക്കുക, അതിലാവശ്യമില്ല. എനിക്കതല്ല, എൻ്റെ ഒരു പൊളിറ്റിക്കലാണ് പൊസിഷൻ. ഐസക്കിന് പിന്നീട് അപ്പോൾ അതിനകത്ത് ഈ സെക്രട്ടേറിയറ്റിൽ വളരെ നിരന്തരമുള്ള പരിശ്രമത്തിന് ശേഷമായിരിക്കണം സഖാവ് പിണറായി അത് ചെയ്തിട്ടുണ്ടാവുക. ഞാനതിനെ ബഹുമാനിക്കുന്നു. ആ സഖാവിനോട് ലാൽ സലാം പറയുന്നു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.